ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫെഡ്മൊബൈലിൽ കഴിഞ്ഞ ദിവസം പുതുതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചറായ PAS അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് PAS അക്കൗണ്ട് എന്നത് വളരെ ലളിതമായിട്ടും അതുപോലെ തന്നെ PAS അക്കൗണ്ട് എങ്ങനെ ഫെഡ്മൊബൈൽ വഴി 2 മിനിറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. PAS അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രവാസി ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ഒരു സ്കീമാണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. അതിനെ PAS അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ PAS അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് NRIs ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകളോ മറ്റുള്ള കറണ്ട് അക്കൗണ്ടുകളോ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ട്രേഡിങ്ങുകൾ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ സ്കീമായിട്ടുള്ള PAS അക്കൗണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ PAS അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഫെഡ്മൊബൈൽ വഴി 2 മിനിറ്റിൽ എങ്ങനെ ഈ ഒരു PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. PAS അക്കൗണ്ട് എപ്പോഴും ഒരു NRI NRO അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു NRI അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അത് ആക്റ്റീവ് ആയിരിക്കണം, KYC കംപ്ലൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫെഡ്മൊബൈൽ ആക്റ്റീവായിട്ട് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ ഫഡ്ക സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം അക്കൗണ്ടിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ നമ്പർ അക്കൗണ്ടിൽ അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ബാങ്കിൽ നിങ്ങളുടെ വിസ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫെഡ്മൊബൈൽ വഴി 2 മിനിറ്റിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഫെഡ്മൊബൈൽ വഴി എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ആദ്യം ഫെഡ്മൊബൈൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഹോം പേജ് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇപ്പോൾ അതർ സർവീസസ് എന്ന് പറയുന്ന ഏരിയയുടെ താഴെയായിട്ട് PAS അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഫെഡ്മൊബൈലിൻ്റെ വേർഷൻ 7.0 മുകളിലോട്ടുള്ള വേർഷനുകളിലാണ് ഈ ഒരു ഐക്കൺ ഹോം പേജിൽ കാണാൻ കഴിയുക. ഇനി നിങ്ങൾ അതിൻ്റെ താഴെയുള്ള വേർഷനിലാണ് ഈ ഐക്കൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മോർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് PAS അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞൊരു ഇമേജൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഓപ്പൺ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന പേജിൽ നിന്ന് സെലക്ട് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ NRI അക്കൗണ്ട് നമ്പർ അവിടെ നിന്നും സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന പേജിൽ നമ്മളുടെ NRI അക്കൗണ്ട് നമ്പർ, കസ്റ്റമർ ID, അതുപോലെ നമ്മുടെ ഫഡ്ക സ്റ്റാറ്റസും അപ്ഡേറ്റ് ആയിട്ട് കാണുന്നതാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. അതിന് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രി ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മൾ കൺട്രി ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിൽ പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അഡ്രസ് ടൈപ്പ്, കറണ്ട് അഡ്രസ്സ് അതുപോലെ പെർമനൻറ്റ് അഡ്രസ്സ്, 2 ടൈപ്പ് കാണാം. ഇതിൽ ഏത് അഡ്രസ്സാണ് ഈ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ യെസ് ഓർ നോ എന്നുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കാണുന്നത് എക്സിസ്റ്റിംഗ് PAS അക്കൗണ്ട് ഇൻ അതർ ബാങ്ക്. അതായത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു NRIക്ക് ഒരു PAS അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ബാങ്കിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ ഒരു ബാങ്കിൽ PAS അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ബാങ്കിൽ നിങ്ങൾ PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് RBIയുടെ റൂൾ പ്രകാരമുള്ളതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്കിൽ PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ യെസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ജേണി പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കില്ല. ഇവിടെ ഞാൻ മറ്റൊരു ബാങ്കിലും PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിലും എനിക്ക് വേറെ PAS അക്കൗണ്ട് ഇല്ല. അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് PAS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർസ് അക്വേർഡ് അണ്ടർ റീപാർട്ടീഷൻ ബേസിസ്. അതിനെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇവിടെ റീപാർട്ടീഷൻ ബേസിസിൽ ഞാൻ ഷെയർസ് ഒന്നും അക്വയർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ നോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ നോമിനി രജിസ്ട്രേഷൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ്. എപ്പോഴും ഏതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നോമിനി കൊടുക്കുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിവിടെ യെസ് ആണ് കൊടുക്കുന്നത്. ഇപ്പം 2-3 അഡീഷണൽ കോളംസും കൂടി വന്നിട്ടുണ്ട്. അതായത് നോമിനിയുടെ പേര് അവർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമിനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നോമിനിയുടെ അഡ്രസ്സ്, സിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ്, പിൻകോഡ്, അതുപോലെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നോമിനി മൈനർ ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള മൈനർ ഫ്ലാഗ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ ഗാർഡിയൻ ഡീറ്റെയിൽസും കൂടി എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ ഞാൻ നോമിനി മൈനർ അല്ല, അതുകൊണ്ട് ഞാൻ മൈനർ ഫ്ലാഗ് ടിക്ക് ചെയ്യുന്നുമില്ല. സോ ഇനി അടുത്തതായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വെദർ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. സോ അത് യെസ് ഓർ നോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. വെദർ റെസിഡൻറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ പെർമനൻ്റ്ലി, നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. എന്ന് മുതലാണ് നമ്മൾ NRI ആയത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൽ കൊടുക്കേണ്ടത്. സിൻസ് വെൻ യു ആർ റിസൈഡിങ് എബ്രോഡ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് എന്ന് മുതൽ നിങ്ങൾ NRI സ്റ്റാറ്റസ് വന്നു എന്നുള്ളത് ആ ഡേറ്റ് കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഇനി നമ്മൾ ഒക്യുപ്പേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങളുടെ ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് പ്രിഫേർഡ് ബ്രോക്കർ നെയിം എന്ന് കാണാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇന്ത്യൻ കമ്പനികളുടെ ഷെയർസ് വാങ്ങാനൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. സോ അതിനൊരു ട്രേഡിംഗ് അക്കൗണ്ടും കൂടി നിർബന്ധമാണ്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെ PIS അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടാണ് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. സോ ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് തരുന്ന കമ്പനികളുടെ പേരുകളാണ് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനികളൊക്കെ ഫെഡറൽ ബാങ്കുമായിട്ട് ടൈപ്പ് ഉള്ള കമ്പനികളാണെന്ന് തോന്നുന്നുണ്ട്. സോ ഈ വന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ജിയോജിത്ത്, അക്യുമെൻ, ഫിലിപ്പ് ക്യാപിറ്റൽ തുടങ്ങി IIFL തുടങ്ങിയ നിരവധി കമ്പനികളുടെ പേരുകൾ കാണാം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി സെലക്ട് ചെയ്യാം. സോ എനിക്കിവിടെ ഏറ്റവും പരിചിതമായിട്ടുള്ളത് ജിയോജിത്ത് ആയതുകൊണ്ട് ഞാൻ നിലവിൽ ജിയോജിത്ത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം റെഫറൽ കോഡ് ഓർ DSA ഇഫ് എനി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നിങ്ങളുടെ ഈ ഒരു PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും അതിൽ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരുടെ എംപ്ലോയി ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതുമാണ്. സോ ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. ഇതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം അത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി താഴെയുള്ള ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഒരു റിവ്യൂ കാണാൻ കഴിയുന്നതാണ്. അത് മൊത്തം ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. ഇനി ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മളോട് MPIN ചോദിക്കുന്നതാണ്. നമ്മൾ MPIN എൻ്റർ ചെയ്ത് കൊടുക്കുക. MPIN കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ PIS അക്കൗണ്ട് ഓപ്പണിംഗ് ഇതുപോലെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന PIS അക്കൗണ്ട് നമ്പറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ NRI അക്കൗണ്ട് നമ്പർ, കസ്റ്റമർ ID എല്ലാം തന്നെ ഈ ഒരു പേജിൽ അവർ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫെഡ്മൊബൈലിൽ വീണ്ടും അവൈലബിൾ ആയിരിക്കുന്നതുമാണ്. സോ ഇത്രയും വളരെ സിമ്പിളായിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PIS അക്കൗണ്ട് ഓപ്പണിംഗ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. PIS അക്കൗണ്ട് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിന് മറുപടി തരുന്നതുമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.